അപ്പോൾ ഒത്തിരി പേഷ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. One which stands out is 38 വർഷം മുമ്പ് ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്തു ഹിസ്റ്റെക്ടമിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവൽ ഫോർ എ ബ്ലീഡിംഗ് പ്രോബ്ലം. ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അവർക്ക് കുട്ടിയിലില്ല. ദ മദർ വാസ് നിയർലി 40 years old. അപ്പോൾ I asked them that they want to have a child. They said they would definitely want to have a child. And we just started treatment. Within the first month she became pregnant. Then she delivered. And I had forgotten all about this. A few years later, he had come to construct my house. ചോദിച്ചു, സാർ എനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ എൻ്റെ വൈഫ് അവിടെ ഹിസ്റ്റെക്ടമി വന്നിരുന്നത്, അവിടെ പ്രസവിച്ചു. സാറിന്റെ മോന്റെ പേര് തന്നെയാണ് അവൻ ഇട്ടിരിക്കുന്നത്. That really touched me. ലാസ്റ്റ് വീക്ക് നടന്ന സിസേറിയൻ ആണ്. അവർക്ക് 40 years ഉണ്ട്. മാരീഡ് 12 years ആണ്. അവരുടെ 5th pregnancy ആണ്. പക്ഷെ ആദ്യത്തെ 4 അബോർഷൻ ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ ഡെസ്പറേറ്റ് ടു ഹാവ് എ ബേബിയാണ്. സെർവിക്സ് ഷോർട്ടായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ സ്റ്റിച്ച് എടുത്ത് ഡെലിവറി വേണോ അതോ ഒരു ഇലക്ടീവ് സിസേറിയൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ പേഷ്യന്റിന് മുമ്പേ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്, ഡോക്ടറെ 9 മാസം അവള് കുഞ്ഞിനെ വയറിലാണ് ചുമന്നതെങ്കിൽ ഞാൻ എൻ്റെ നെഞ്ചിലാണ് ചുമന്നത്. സോ എനിക്ക് ഇനി അതിന്റെ മേലൊരു ലേബർ പെയിൻ പറ്റത്തില്ല, ഡോക്ടർ എനിക്ക് സിസേറിയൻ ചെയ്ത് തരണം. തമാശയായിട്ട് അപ്പൊ ചിലപ്പോൾ സെന്റൻസ് തോന്നാം, പക്ഷെ അയാൾ ഒത്തിരി ഫീൽ ചെയ്ത് പറഞ്ഞ സെന്റൻസ് ആണ്. 26 വീക്കർ, അതായത് നമ്മള് പറയുകയാണെങ്കിൽ ഒരു 6ാം മാസത്തിൽ ഡെലിവറി ചെയ്ത ഒരു ബേബി ആയിരുന്നു. 13 years ഇൻഫെർട്ടിലിറ്റി കഴിഞ്ഞിട്ടുണ്ടായ ഒരു ബേബി ആയിരുന്നു. നമുക്ക് ബേബിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. But fortunately, that baby came out. Now she is around 8 years of age. Completely neurologically normal ആയിട്ടൊരു ബേബി. അത് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് വിത്തിൻ 1 month ഉണ്ടായ ഒരു ബേബി ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു പേഷ്യന്റ്, പുള്ളിക്കാരത്തി വന്ന് സിവിയർ പെയിനുമായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാതാണ്. പുള്ളിക്കാരത്തി 9 months പ്രഗ്നന്റുവാ. പുള്ളിക്കാരത്തിന്റെ OP കയറി വന്നു. ഒരു 15-20 മിനിറ്റ് കൊണ്ട് പുള്ളിക്കാരത്തിന്റെ വേദന നമുക്ക് മാറ്റി വിടാൻ പറ്റി. ആ പേഷ്യന്റ് ഇറങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെ ഡോക്ടറെ താങ്ക് യു എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വിട്ടു, ഡോക്ടർ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഇന്ന് രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം. അതൊക്കെ നമുക്ക് ഓർക്കുകയും അതൊക്കെ നമ്മൾ കാണുകയും ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഡോക്ടറായി എന്നുള്ളതിന്റെ ശരിക്കുള്ളൊരു വാല്യൂ എനിക്ക് കിട്ടുന്നത്.